ഇതൊക്കെ എന്റെ ക്യാരറ്റ് കൃഷിയിൽ നിന്നും കിട്ടിയതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ വളരെ ഷാർപ്പാകും. അങ്ങനെയാണെങ്കിൽ ഖോജി സിംഗേ, ഞാനിത് ആദ്യം തന്നെ എന്റെ പ്രിയപ്പെട്ട ഡോങ്കികൾക്ക് ഒന്ന് കൊടുത്തു നോക്കിയാലോ? ഈ ക്യാരറ്റ് കഴിച്ചാൽ ബ്രെയിൻ ഷാർപ്പാവുന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ആദ്യം ഞാനൊന്ന് കഴിച്ചേക്കാം, നോക്കട്ടെ. എന്തായി സംഭവിക്കുന്നത്? എനിക്ക് എന്താ പറ്റിയത്? ഇല്ല ഇല്ല, എനിക്ക് എന്തായി സംഭവിച്ചത്? ഞാൻ എങ്ങനെ പെട്ടെന്ന് ഡോങ്കിയായി മാറിയത്? എന്ത് സാധനമാണ്? ഇത് ഞാൻ അമ്മാവൻ. അമ്മാവനോ? അതെന്താ, താൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണോ? ഈ ഡോങ്കിയുടെ മാസ്ക് തനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറയാ. ഒന്ന് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഇത്? ഞാനിപ്പോ ഡോങ്കിയെ പോലെ ചവിട്ടാനും തുടങ്ങിയിരിക്കുന്നല്ലോ. ശരിക്കും എനിക്ക് ഇതെന്താ പറ്റിയിരിക്കുന്നത്? നിനക്ക് വീഴ ഇവിടെ അല്ലാതെ വേറെ ഒരിടവും കിട്ടിയില്ലടാ. ആദ്യം ആ അമ്മാവന് നോക്ക്, അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്ക്. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? ഇനി എന്റെ ജീവിതം എന്താകും? അതിന് ഞാനൊരു ക്യാരറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു ബ്രെയിൻ ഷാർപ്പാവുമെന്ന്. എടോ അമ്മാവാ, ഈ ക്യാരറ്റ് കഴിക്കുന്നുണ്ട് ബ്രെയിൻ വളരെ ഷാർപ്പാകും. ശരിയാണ്, പക്ഷേ ഇത് മനുഷ്യനെ ബാധിക്കില്ല, ഡോങ്കീസിനെ ബാധിക്കും. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. കളിക്കല്ലേ മല്ല സാറേ. താൻ എന്നെ വെച്ച് എന്തെങ്കിലും ഷോ നടത്തി കാശുണ്ടാക്കാനാണ് തന്റെ പരിപാടിയെങ്കിലേ. ഞാൻ പറയുന്ന കേൾക്ക്, ഞാൻ സാലറിയിൽ നിന്ന്. ചേട്ടാ, ആ അമ്മാവൻ നിങ്ങളെ അടുത്ത് ശരിക്കും പെരുമാറിക്കളഞ്ഞല്ലോ. ഇതിപ്പോ നമ്മളുടെ ടേണാണ്. ആ ചാച്ച എടുത്ത് ശരിക്കൊന്ന് കുരം കളിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കിയ കാര്യം. ബാബാ ചമത്കാർ ജയ്. സഹോദരി, ഇദ്ദേഹത്തെ കണ്ടായിരുന്നോ? ഇദ്ദേഹമാണ് ബാബാ ചമത്കാർ. ഇദ്ദേഹം ശരീരത്തിൽ നിന്നും ഓരോ രോഗങ്ങളെയും ഓരോ പ്രശ്നങ്ങളെയും ബാങ്കിൽ നിന്ന് പണവും അങ്ങനല്ല, നിങ്ങളുടെ ലോക്കർ മൊത്തം കാശ് കൊണ്ട് നിറയ്ക്കും. നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുത്രി, ഈ വീട്ടിലെ ഒരാൾ ഇപ്പോൾ ഡോങ്കിയായി മാറിയിരിക്കുകയാണ്. അതിനാൽ നിന്നെ സഹായിക്കുവാൻ വേണ്ടിയാണ് നാം ആഗതനായത്. ബാബ, നിങ്ങൾക്ക് എങ്ങനെ ആ കാര്യം മനസ്സിലായി? ബാബയ്ക്ക് എല്ലാം അറിയാം, എല്ലാം അറിഞ്ഞവനാണ് ബാബ. അതെ, ഒന്ന് വേഗം വരൂ ചേട്ടാ. ബാബാ ചമത്കാർ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. നിങ്ങളെന്തിനാ ഇതിലേക്ക് ചെന്ന് വിടുന്നത്? ഖോജിയങ്ങൾ ആന്റിറ്റോട് റെഡിയാക്കുന്നുണ്ട്. അതിലൂടെ അമ്മ ശരിയായിക്കോളും. പുത്രി, നാം ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഒന്ന് നിൽക്കൂ ബാബാജി. വേണ്ട വേണ്ട അനന്തരവാ, ഇദ്ദേഹം നിന്റെ അമ്മാവനെ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരൂന്നാ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കലാണ് എന്റെ ജോലി. പുത്രി, ഡോങ്കി അമ്മാവ, നിങ്ങൾ ആ നിൽക്കുന്ന മരത്തിലേക്ക് ഒന്ന് നോക്കൂ. ആ മരത്തിന്റെ മുകളിൽ കാണുന്ന ഇലയുണ്ടല്ലോ, അതിലെ ഏറ്റവും മുകളിലെ ഇല പറിച്ചു കഴിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നീ പഴയതുപോലെയായി മാറുന്നതാണ്. ഈ മരത്തിന് ഭയങ്കര ഉയരമാണല്ലോ, ഞാൻ എങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറുക? അതെ, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആവണ്ടേ? ചേട്ടാ, ഇനി ഈ കാഴ്ച കാണാൻ നല്ല രസമായിരിക്കും. മരത്തിൽ കയറിയത് കൊണ്ട് ആരും ശരിയാവില്ല. ഇവന്മാര് വേഷം മാറി വന്നതുപോലെ ഉണ്ടല്ലോ. എനിക്ക് അമ്മാവനെ സഹായിച്ചേ പറ്റൂ. ബാബാ, മറ്റുള്ളവരെ സഹായിക്കുന്നതല്ലേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളിപ്പോ അമ്മാവനെ ഒന്ന് സഹായിക്ക്, അല്ലേ അമ്മായി? ഒരല്പം സഹായിക്കൂ ബാബ. എടാ ഡോൽക്കി, ഈ അനന്തരവൻ നമ്മെ കളിപ്പിക്കാനുള്ള പരിപാടിയാണ്. തൽക്കാലം ഇപ്പൊ പറയുന്നത് പോലെ ചെയ്യുന്നതാ നമുക്ക് നല്ലത്. അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അവർ നമ്മളെ സംശയിച്ചു തുടങ്ങും ചേട്ടാ. നീ പറഞ്ഞത് ശരിയാണ് കുഞ്ഞെ, തീർച്ചയായും ഞാൻ അമ്മാവനെ സഹായിക്കുന്നതാണ്. ഓക്കേ അമ്മാവാ, ഞങ്ങളെ എണി പോലെ നിൽക്കാം. എലി അങ്ങ് പറന്നു പോയല്ലോ. വേഗം ചെന്നാ എലി എടുക്ക്, വേഗം ചെന്ന് എടുക്ക്. ബാബാ, മറ്റുള്ളവരെ സഹായിക്കുന്നതല്ലേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞത്. ചെന്നൊന്ന് അമ്മാവനെ സഹായിക്കേ, അല്ലേ അമ്മായി? ദയവായിട്ട് ഒരല്പം സഹായിക്കൂ ബാബ.
നമ്മൾ എന്ത് ചെയ്യും? ഇനി നിങ്ങൾ എങ്ങനെയാ പഴയതുപോലെ ആവുന്നേ? ചേട്ടാ നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. എന്നാ നമുക്ക് വീണ്ടും അമ്മാവനെ ഒന്നുകൂടി വട്ടം കറക്കി നോക്കാം. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട സോദരി, ഇതിന് വേറൊരു വഴി കൂടെയുണ്ട് അമ്മാവനെ ശരിയാക്കി എടുക്കാൻ. ഒരു പക്ഷേ അമ്മാവനെ ഏതെങ്കിലും ഡോങ്കിയുടെ ചവിട്ട് കൊണ്ടാൽ അപ്പൊ തന്നെ ശരിയാകും. ഡോങ്കി? ഹാ രാജു ധോബിയുടെ കൈവശം ഡോങ്കി ഉണ്ട്. ബാബായും ശിങ്കടിയും വീണ്ടും കളി തുടങ്ങിയിരിക്കുക. പക്ഷെ അനന്തരവനുള്ളപ്പോ എന്റെ അമ്മാവന് ഒന്നും സംഭവിക്കില്ല. ഇതാരാ അനന്തരവനോ? വരൂ വരൂ, സുഖമാണോ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്? നിങ്ങളെന്നെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നേ? എന്തെങ്കിലും തരണേ, ദൈവത്തിന്റെ പേരിൽ എന്തെങ്കിലും തരണേ. നിങ്ങൾ എനിക്ക് 1 രൂപ തരുകയാണെങ്കിൽ. ചേട്ടാ എപ്പോഴും തെറ്റായ സമയത്ത് പിച്ചക്കാരനാകുന്നത്. എന്റെ സംശയം ശരി തന്നെയാണ്. ഈ കള്ള ബാബയും അവന്റെ ശിങ്കടിയും ശരിക്കും ഡങ്കയും ഡോൾക്കയുമാണല്ലേ? ഹലോ പോലീസ് മാഡം, നമ്മുടെ രാമു ധോബി ഇല്ലേ? നിങ്ങൾ വേഗം അയാളുടെ വീട്ടിലേക്ക് വരണം. നോക്കൂ, നിങ്ങളുടെ ഈ ഡോങ്കി അമ്മാവനെ ഒന്ന് ചവിട്ടുവോ? ബാബാ, ശിഷ്യ, നിങ്ങൾ ഡോങ്കിയുടെ പുറകിൽ ചെന്ന് നിൽക്ക്. പിന്നെ അമ്മാവാ, നിങ്ങൾ ഡോങ്കിയുടെ ഫ്രണ്ടിൽ നിൽക്ക്. അപ്പൊ ഡോങ്കിക്ക് അറിയാലോ ആരെയാ ചവിട്ടേണ്ടതെന്ന്. ഈ മരമണ്ടന്മാർക്ക് അതുപോലും അറിയത്തില്ല. ഡോങ്കി എപ്പോഴും മുന്നിലെ കാലം കൊണ്ടല്ല പിന്നിലെ കാലം കൊണ്ടാ ചവിട്ടുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട ഡോങ്കി ഉണ്ടല്ലോ, അവൻ നല്ലോണം ചവിട്ടും കേട്ടോ. ചവിട്ട് ചവിട്ട്, വേഗം ചവിട്ട്. ചേട്ടാ അതിപ്പൊ ചവിട്ട് വന്ന തോന്നേ കേട്ടോ. അമ്മാവാ, ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തേടി നടന്നെന്ന് അറിയാമോ? ഇന്നാ പിടിച്ചോ ആന്റിഡോട്ട്. ഇച്ചിരി കഴിച്ചാ അമ്മാവൻ പെട്ടെന്ന് ശരിയാവും. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ആന്റിഡോട്ട് എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കഴുതയായിട്ടിരിക്കും. ചേട്ടാ കോവജിയുടെ ആന്റിഡോട്ട് നമ്മുടെ പ്ലാൻ എല്ലാം നശിപ്പിക്കുമെന്നാ തോന്നേ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എടോ ശിഷ്യ, അവിടെ നിക്കാനാ പറഞ്ഞത്. അമ്മാര് ബാബയും ശിഷ്യനും ഒന്നും അല്ല, അവര് രണ്ടാളും ഡങ്കയും ഡോൾക്കയുമാണ്. അനന്തരവാ, ഞാൻ ഇവരെ രണ്ടുപേരെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? അതെ പോലീസ് മാഡം. നിൽക്കൂ. ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളെ പിന്തുടരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റിഡോട്ടിന്റെ ബോട്ടിൽ ഞാൻ എറിഞ്ഞു കളയുന്നതാണ്. പിന്നെ ഈ അമ്മാവനുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ ഡോങ്കിയായി ജീവിക്കേണ്ടി വരുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആര് സംസാരിക്കുന്നതാ ഞാനിപ്പോ കേൾക്കുന്നത്? ഇവിടെ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണല്ലോ. അല്ല ഇതെന്താ? എനിക്ക് ഈ ഡോങ്കീസിന്റെ സംസാരമെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ആ, അമ്മാവനവരോട് സംസാരിക്കാനും പറ്റും. അമ്മാവാ, ഈ ഡോങ്കീസ് ഇപ്പൊ എന്താ പറയുന്നേ? അവര് പറയുന്നത് ഈ മനുഷ്യന്മാരെല്ലാം അവരെ മണ്ടന്മാരായിട്ടാ കാണുന്നതെന്നാണ്. ഐഡിയ. അല്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്താണ് സംസാരിക്കുന്നേ? അനന്തരവൻ എന്നോട് പറഞ്ഞത് തന്നെയാ ഞാൻ ഇവരോട് ഇപ്പൊ പറഞ്ഞത്. നിങ്ങളാരും വേസ്റ്റ് അല്ല കേട്ടോ. നിങ്ങൾ ഈ കാര്യം മനുഷ്യരോടൊന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ കഴിവ് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു. അപ്പൊ ഈ ഡോങ്കീസ് അത് സമ്മതിച്ചിരിക്കുക. ഓടിക്കോ ചേട്ടാ, ഓടിക്കോ. ഇന്നാ പിടിച്ചോ എന്റെ കിക്ക്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ ചേട്ടാ. ഈ ഡോഗ് നമ്മളെ വെച്ച് ഫുട്ബോൾ കളിക്കുവാണെന്നാ തോന്നുന്നേ.
അമ്മവാ വേഗം പിടിക്ക്. എടോ ബഹദൂർ, ബ്രേക്ക് ചവിട്ട്. ഈ സിറ്റിയിലെ എല്ലാ കഴുതകളും നിങ്ങളെ എടുത്ത് ചവിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ ടേൺ ആണ്. കാരണം നിയമത്തിന്റെയും പോലീസിന്റെയും കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ആ, ആ. ഹേ, ഹാൻസം അനന്തരവന്റെ ഹാൻസമായ അമ്മാവൻ ദാ തിരിച്ചെത്തി കഴിഞ്ഞല്ലോ. സന്തോഷം.